ഇന്നലെയും ഇന്നുമായി ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആലപ്പാട്ടെ ഖനന വിരുദ്ധ സമരവും അതിനോടനുബന്ധിച്ച് വന്ന മന്ത്രി പി ജയരാജന്റെ പ്രതികരണവുമാണ്. എന്തായാലും ആലപ്പാട്ടെ ഖനനവിരുദ്ധ സമരം പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവും വി എസ് സുധീരനും അടക്കമുള്ള ആളുകൾ സമരപന്തലിലെത്തുകയും അവർക്ക് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വ്യവസായ മന്ത്രി എന്നുള്ള നിലയിൽ ഇ പി ജയരാജന്റെ പ്രതികരണം ഉണ്ടായത് ഇന്നലെയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവിടെ ഈ സമരം നയിക്കുന്നതിൽ ചിലർ മലപ്പുറത്ത് നിന്നുള്ള ആളുകൾ അടക്കമുണ്ട്, അതിൽ മണൽ കടത്തുന്നതിൽ മലപ്പുറത്ത് നിന്ന് ആളുകൾ അടക്കമുണ്ട് എന്ന് പറഞ്ഞ് ഈ ചർച്ചയുടെ ഗതി അങ്ങോട്ട് മാറ്റുന്നതിനാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചത്. നമുക്ക് എന്തായാലും കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ നടത്തിയ പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം. ഈ കടൽ വഴിയും മറ്റും ഈ കരിമണൽ കടത്തിക്കൊണ്ടു പോകുന്നുണ്ടെന്നുള്ളത് കേട്ടിരുന്നു. ഇത് തീർച്ചയായും ഈ മലപ്പുറത്തുകാരും അവിടെ ഇവിടെയുള്ളവരുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ അവരൊക്കെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിൽ കേരളത്തിൻ്റെ സ്വത്ത് രാത്രി കാലങ്ങളിലൊക്കെ വന്ന് ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവുക, ഇവിടെ ഗവൺമെൻറ് അത് മൈനിങ് നടത്താൻ വേണ്ടി പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക, അതിനെതിരായിട്ട് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ശക്തമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. അതുമാത്രമല്ല, എനിക്ക് ചില കാര്യങ്ങൾ അറിയാം. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ എനിക്ക് മാത്രമല്ല അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് കൃത്യമായിട്ട് ഇതേതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണോ എന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യത്തെ മന്ത്രി നേരിടുന്നത്. ചാനൽ ചർച്ചയിലടക്കം ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലായാലും മറ്റു മാധ്യമങ്ങളിലായാലും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ മന്ത്രി ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത മലപ്പുറത്ത് നടക്കമുള്ള ആളുകൾ വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, അതൊക്കെ അന്വേഷിക്കണം എന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ വിവാദമായി, വലിയ പ്രതിഷേധമായി, അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവും വി എം സുധീരനും മലപ്പുറത്ത് നിന്നുള്ള ലീഗ് നേതാക്കളുമൊക്കെ വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. സമരസമിതിയും അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു. എന്തായാലും ഇന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു വിചിത്രമായ പ്രതികരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. കമ്പനി പൂട്ടണം ധരിച്ചിട്ട് ആരും പുറപ്പെടേണ്ടതില്ല, പൂട്ടിക്കാൻ സാധിക്കില്ല. മലപ്പുറം പ്രദേശത്ത് കടലില്ല. കടലില്ലാത്തൊരു സ്ഥലത്തിൽ ആൾ വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച്? കടൽ താനൂരും തിരൂരുമാണ്, അത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറമില്ല. ഇതാണ്, അതായത് മലപ്പുറത്ത് കടലില്ല, അവിടെയുള്ള ആളുകൾ വന്നിട്ട് എന്തിനാണ് ആലപ്പാട് പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മലപ്പുറത്ത് കടലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്. താനൂരും തിരൂരുമാണല്ലോ കടൽ എന്നൊക്കെ പറഞ്ഞ് അതിനെ മറികടക്കുകയാണ് മന്ത്രി ചെയ്യുന്നത്. ഇത് മലപ്പുറത്തെ ആദ്യമായിട്ടല്ല സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇவ்விധം ചിത്രീകരിക്കുന്നത്. ഇതിനും മുമ്പ് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് മലപ്പുറത്തെ പറ്റി പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളതിന്. അതുകൂടി നമുക്ക് വേഗത്തിൽ കേട്ടുപോകാം. ആദ്യം വി എസ് അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന, മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന, ഇപ്പോൾ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ 2005 ഏപ്രിൽ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് അവിടെ SLC വിജയശതമാനവുമായി ബന്ധപ്പെട്ട് നല്ല വിജയശതമാനം ഉണ്ടായപ്പോൾ അത് കോപ്പിയടിച്ചിട്ട് നേടിയതാണ്, അത് അന്വേഷിക്കണം എന്നാണ് വി എസ് അന്ന് പറഞ്ഞത്. അത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളുണ്ടായ സമയത്ത് ലീഗ് നേതൃത്വമടക്കം പൊതുവിദ്യാഭ്യാസ പല അട്ടിമറികളും നടത്തുന്നുവെന്നും ഈ വിജയശതമാനം അടക്കം അതിൻ്റെ ഭാഗമായിട്ടാണെന്നും പറഞ്ഞുകൊണ്ടാണ് വി എസ് അന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് നോക്കിയാലറിയാം, ഇന്ന് വരെ മലപ്പുറത്തിൻ്റെ വിജയശതമാനം കുറഞ്ഞിട്ടില്ല. ഓരോ ശതമാനം വിജയം കൂടുമ്പോഴും വി എസ് അന്ന് പറഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് മലപ്പുറംകാർ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. വലിയ വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു മന്ത്രി, ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് മലപ്പുറത്ത് ജില്ലയെ അവഹേളിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹം 2010 ജൂണിൽ മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ വിജയത്തിന് ശേഷം അദ്ദേഹം ആ വിജയത്തെ വിലയിരുത്തിയത് ഇவ்விധമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഉള്ളടക്കം അത് തന്നെയാണ്, കുറച്ചൊരു വർഗീയമാണ്. അത് മതന്യൂനപക്ഷ വർഗീയതയുടെ ഒരു ശാക്തീകരണം വരുന്നതായിട്ടുള്ള മേഖലയാണ്. അഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരായിട്ട് ലീഗിനകത്ത് കലാപമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആരോഗ്യവാനായിട്ടുള്ള അഹമ്മദിന് ഒരു 3-4 പേര് ചേർന്ന് ചുമന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിനെല്ലാം. അതാണ് മലപ്പുറം എന്ന് പറയുന്നത്.
അതായത് മലപ്പുറത്തെ ഈ രീതിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ വിലയിരുത്തുന്നത്. അവിടെ വർഗീയതയാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അടക്കമുള്ള സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. ഇനി പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള ജി സുധാകരൻ എങ്ങനെയാണ് മലപ്പുറത്തെ വിലയിരുത്തി നോക്കാം. അത് അവിടെ നടന്നിട്ടുള്ള ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടന്ന സമരക്കാരെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി. ഒരു നാട്ടിൽ ദേശാഭിമാനമുള്ള ആരും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ നാട്ടിൽ സംസ്കാരമുള്ള ആരും ഇത് ചെയ്യില്ല. ദേശദ്രോഹപരമായ കാര്യമാണ്. ദേശീയപാതയിൽ തീയിടുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഗതാഗതം തകർക്കുക എന്നുള്ളതാണ്. ഈ ഗെയിൽ വന്നപ്പോഴിതുണ്ടായി കത്തിക്കുക. അത് എന്നുവെച്ചാൽ ഉപരോധമൊന്നുമല്ല, ദേശീയപാതയിൽ തീ കത്തിക്കുക ശരിയല്ല. വളരെ ബോധപൂർവം വിധ്വംസക പ്രവർത്തനങ്ങൾ നല്ല ട്രെയിനിങ് ഉള്ള ഏതോ ആളുകളാണ് ചെയ്യുന്നത്. പല പല ശാസ്ത്രീയ സംഘടനകളുടെയും പരിസ്ഥിതി മറവ് നടക്കുന്നത് പലരും വിധ്വംസക പ്രവർത്തകരാണ്. അവർക്ക് ധാരാളം പണം കിട്ടുന്നുണ്ട്. അവർ സുഖമായി ജീവിക്കുകയാണ്. അവർക്ക് ഇവിടെയും പറന്നു പോകാനും. ഇതാണ് മലപ്പുറത്തെ ദേശീയപാതക്കെതിരായിട്ടുള്ള സമരം ചെയ്യുന്ന ആളുകളെ മന്ത്രി വിലയിരുത്തുന്നത്. ഇനി ഇപ്പോൾ LDF കൺവീനറായിട്ടുള്ള A വിജയരാഘവൻ മുൻപ് ഗെയിൽ സമരക്കാർ സമരം ശക്തിപ്പെട്ടപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളെ പറഞ്ഞത് ഈ രീതിയിൽ തന്നെയാണ്, തീവ്രവാദ ശക്തികൾ എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം. സമരത്തിൽ മുസ്ലിം തീവ്രവാദികളാണ് കേരളത്തിൽ പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പുരോഗമനപരമായ നിലപാടുകൾക്കെതിരായി, വികസനത്തിനെതിരായി മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ഈ സമരം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മുസ്ലിം തീവ്രവാദികളും SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകളും കൈകോർത്ത് പിടിച്ചടക്കുന്ന ആ സമരത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ മുൻകൈ എടുക്കുകയാണ്. റൈറ്റ്, ഇത് LDF കൺവീനറായിട്ടുള്ള A വിജയരാഘവൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ രീതിയിലാണ് ജനകീയ സമരങ്ങളെയൊക്കെ CPM നേതാക്കൾ പറയുന്നത്. CPM നേതാക്കൾ മാത്രമല്ല, ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചു എന്ന് മാത്രമാണ്. BJPയുടെ പല നേതാക്കളും ഈ വിധത്തിൽ മോശമായ രീതിയിൽ മലപ്പുറം ജില്ലയും പലതവണ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും EP ജയരാജന്റെ ഇന്നുണ്ടായ പ്രസ്താവനയും ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദീകരണവും എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ന്യൂസ്